ഈ നിലമ്പൂരിലെ ആദിവാസി ഭൂസമരം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവുന്നുണ്ടല്ലോ. നിലമ്പൂർ ആദിവാസി ഭൂസമരം എന്നുള്ളത് അത് എങ്ങനെയാണ് മിനിസ്റ്റർ അതേക്കുറിച്ച് പറയുക? അല്ല, ഞാൻ പറഞ്ഞത് നിലമ്പൂരിൽ 570 ആദിവാസികൾക്ക് ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി കൊടുത്തിട്ട് ചെറിയ കാലമേ ആയിട്ടുള്ളൂ. ഒരു 1.5 വർഷക്കാലത്തിന് മുമ്പാണ് അത് കൊടുത്തത്. ഇനിയും ആദിവാസികളായിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ടും ഭൂമി കൊടുക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാടും സംവിധാനവും. അതനുസരിച്ച് 150ഓളം പ്ലോട്ടുകൾ ഇപ്പോൾ തന്നെ സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നാട്ടിലെ പൊതുജനങ്ങൾക്കും അറിയാം. ഭൂമി ഇല്ലാത്ത മുഴുവൻ മനുഷ്യനും ഭൂമി കൊടുക്കുക, പ്രത്യേകിച്ച് ആദിവാസികൾക്ക് ആ കാര്യത്തിൽ ഭൂമി കൊടുക്കുക, അത് സർക്കാർ പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കി. പട്ടയ മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ വിലയിരുത്തുകയും ആ നടപടിക്രമങ്ങൾ ഏറ്റവും നന്നായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആദിവാസികളായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും ഭൂമി നൽകുന്നത് കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയിൽ വെച്ചിട്ടുള്ള കാര്യമാണെന്ന് നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ഈ കൈവശ രേഖ മാത്രം കിട്ടിയിട്ടുള്ള 536 ആദിവാസി ഗ്രാമങ്ങളെ വനഗ്രാമങ്ങളായിട്ടുള്ള ഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളായി പ്രഖ്യാപിക്കാനുള്ള നടപടി ഈ ഗവൺമെൻറ് കാലത്തല്ല എടുത്തത്. അപ്പോൾ ഭൂരഹിതരായിട്ടുള്ള മനുഷ്യനോട് ഏറ്റവും ഹൃദയത്തിൽ തൊട്ട ബന്ധവും അഭിപ്രായവും ഈ മുന്നണിക്കുണ്ട്. ഞാൻ ആരെയും തള്ളി പറയില്ല. ഭൂമി വേണം എന്നുള്ള സാധാരണ മനുഷ്യൻ്റെ ആവശ്യത്തെ ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ അവർക്കെല്ലാവർക്കുമുള്ള സംവിധാനത്തെക്കുറിച്ച് കൃത്യമായിട്ട്